മുളക് വെച്ച് അച്ചാർ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ മുളക് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതുപോലത്തെ തൊണ്ടൻ മുളകാണ് എടുക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഇത് ധാരാളം കിട്ടുന്ന ഒരു ടൈപ്പ് വെറൈറ്റി മുളകാണ്. സാമ്പാറിലൊക്കെ ഇടുന്ന ഈ മുളക് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം വെള്ളമയം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ആദ്യം എൻ്റെ ഞെട്ടിൻ്റെ നീളം ഒന്ന് കുറച്ചിട്ട് താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മുറിക്കുക. അപ്പോൾ എരിവും പുളിയൊക്കെ അകത്ത് നന്നായിട്ട് കയറാനായിട്ടാണ്. ഇതുപോലെ എല്ലാ മുളകിൻ്റെയും ഞെട്ട് നന്നായിട്ട് മുറിച്ച് ഒരു ചെറിയ ഓറഞ്ച് സൈസ് പുളി ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് ഉമിഴ്ത്തി വയ്ക്കുക. ഒരു കനമുള്ള ചട്ടി ചൂടാക്കുക. അതിലേക്ക് ആദ്യം നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ എണ്ണ അവരവരുടെ സ്വാദിനനുസരിച്ച് അച്ചാറായതുകൊണ്ടാണ് ഇച്ചിരി എണ്ണ കൂടുതൽ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുകും കടലപ്പരിപ്പും ഇട്ട് താളിച്ചെടുക്കുക. കടലപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നതിന് വരെ ഇതുപോലെ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാനായിട്ട്. അച്ചാറാവുമ്പം കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കെപ്പം അത് കുറച്ചും കൂടെ ഈട് നിൽക്കും. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരുന്ന കരിവേപ്പില ചേർത്ത് അതിൽ വെള്ളമയം മാറിയിട്ട് വേണം മുളക് ചേർക്കാനായിട്ട്. ഇത് ഏകദേശം 3/4 കിലോ മുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയിൽ ഇതുപോലെ വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എണ്ണയിലോട്ട് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. മുളക് ശകലം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എണ്ണയിലേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടുകയാണെങ്കിൽ പൊടികളുടെ ആ പച്ചമണം എളുപ്പം മാറി കിട്ടുകയും ചെയ്യും. അച്ചാറൊന്നും കൂടെ ഈട് നിൽക്കാനും പറ്റും. ഇതിലേക്ക് നമ്മൾ ഉമിഴ്ത്തി വെച്ചിരിക്കുന്ന പുളി ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ച് വേണം ചേർക്കാനായിട്ട്. പുളി ചേർത്തിട്ടുള്ള അച്ചാറാണെങ്കിൽ എപ്പോഴും അരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതിലുള്ള നാരും അല്ല പുളിയുടെ കുരു അങ്ങനത്തെ കുറേ നല്ല ചെറിയ മണ്ണിൻ്റെ തരികളൊക്കെ കാണും. അതിൽ നമുക്ക് അരിച്ചെടുക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പം സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എരിവ് എത്രയാണോ ചേർക്കേണ്ടത് അതനുസരിച്ച് മുളകിനും എരിവുണ്ട്. സാമ്പാർ പൊടി ചേർക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കുറുകി കിട്ടുന്നത്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളച്ച് മീഡിയം തീയിൽ വേണം അത് തിളപ്പിക്കാനായിട്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര ചേർക്കാം. അപ്പോൾ എരിവും പുളിയും എല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടും. നന്നായിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ മുകളിൽ എണ്ണ ചെറുതായിട്ട് മുതന്ന് വരും. ആ രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റും അച്ചാർ തയ്യാറായെന്ന്. മുകളിൽ നമുക്ക് കാണാം എണ്ണ തെളിഞ്ഞ് വരുന്നത്. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒരു കുപ്പിയിലാക്കി നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഇപ്പം സാധാരണ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 2 മാസത്തോളേ നിൽക്കത്തുള്ളൂ. ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അല്ല ബാക്കിയുള്ള ശകലം എടുത്ത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തീരുന്ന മുറയ്ക്ക് ഫ്രീസറിൽ നിന്ന് താഴോട്ട് വയ്ക്കുകയാണെങ്കിൽ 1 വർഷം വരെ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഈ അച്ചാർ നമുക്ക് ഇഡ്ഡലി, ദോശ, കേർഡ് റൈസ് ഇല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ നമുക്കിത് വിളമ്പാം. വളരെ സ്വാദിഷ്ടമായ ഈ മുളക് കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ രീതിയിൽ.
അതിൽ ആ എണ്ണ തെളിയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മുളക് കറി കേടുവരാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. വളരെ സ്വാദിഷ്ടമായ ഈ പുളിയും സാമ്പാർ പൊടിയും ചേർത്ത് ഈ മുളകച്ചാർ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ വിളമ്പാം. ചോറിനോടൊപ്പം അല്ലാതെ കഞ്ഞി, ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെയും കൂടെയും ഈ അച്ചാർ നന്നായിട്ട് പോകും. ഇപ്പോൾ തട്ടുദോശയുടെ കൂടെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ദോശയാണ് തട്ടുദോശ അല്ലെങ്കിൽ സെറ്റ് ദോശ. അതിൻ്റെ കൂടെ ഈ അച്ചാർ വിളമ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ആയിട്ട് മാറുകയും ചെയ്യും. എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാർ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.